എൻ്റെ പേര് തോപ്പിൽ സുനിൽ എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പ്രഭ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നാണ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 47 കൊല്ലമായി. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 13 കൊല്ലമായിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ശബ്ദവും വെളിച്ചവും വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വർക്ക്. പന്തപ്പണിയുണ്ട്, ഡെക്കറേഷൻ വർക്കുണ്ട്, സൗണ്ട് വർക്കുണ്ട്, എല്ലാ പരിപാടികളും ഞങ്ങൾ ഇവൻ്റ് അടക്കം ചെയ്യുന്നുണ്ട്. എത്തിപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടുകളിലൊന്നും റേഡിയോയും ടേപ്പ് റെക്കോർഡൊന്നും ഇല്ല. അന്നുള്ളത് കുഞ്ഞ റേഡിയോ. ആ റേഡിയോ അമ്മ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ പ്രഭാസ് കൊണ്ട് കാണും, പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിനോടൊരു സ്വയം അതിനോടൊരു സ്നേഹം തോന്നും. അങ്ങനെ എനിക്ക് ആകർഷണമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ വന്നാൽ പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇതായി മാറി ഞാൻ അതിനോട് ചേർന്നു. എല്ലാം ചെയ്യും. ഇവൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഡെക്കറേഷൻ ഉണ്ട്, പന്തൽ വർക്ക് ഉണ്ട്, സ്റ്റെപ്പ് പന്തലുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്. 30,000 വാട്ട്സ് സൗണ്ട് വരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ വേണം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. കോമ്പറ്റീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് കൊണ്ടല്ല കോമ്പറ്റീഷൻ, പൈസ കൊണ്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. നമ്മൾ 10 രൂപ പറയും, അവൻ 8 രൂപ പറയും, മറ്റുള്ള 7 രൂപ പറയും, മറ്റു 5 രൂപ പറയും. ലാസ്റ്റ് പരിപാടി പൊട്ടും. പൈസ കൂടുന്തോറുമാണ് പരിപാടി നന്നാവുള്ളൂ. സംഭാവന ഗംഭീരമായ പരിപാടി, സംഭാവന കൂമ്പാരമായ പരിപാടി ഗംഭീരവും പറഞ്ഞ മാതിരിയാണിത്. ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി ഞങ്ങൾ പരമാവധി തകർക്കും. പൈസ കുറവായി പറഞ്ഞാൽ ലേബേഴ്സിന് കൂലി കമ്മിയാവും. അപ്പോൾ അവർ പണിയെടുക്കേണ്ട സ്പീഡ് കമ്മിയാവും. ആ വർക്കല്ലാണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സന്തോഷം ലഭിക്കുന്ന ഒരു ഫീൽഡ് വേറെ ഇല്ല. കാരണം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു പൈലറ്റ്, പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും വലിയൊരു ഹെവി ലോഡാണ് 2 മണിക്കൂർ ഒരു ഓർക്കസ്ട്ര ആയിട്ട് ഒരു 10-15 ആളുടെ മുമ്പിൽ ഇരുന്നിട്ട് ആ മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയറുടെ പവർ. ഇന്ത്യയിലേക്ക് സൗണ്ടിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയത്. അത് റസൂൽ പൂക്കുട്ടി പറഞ്ഞൊരു സംഗീത സംവിധായകനാണ്. അയാൾ സൗണ്ട് വർക്കറാണ്. ആ പടം നിങ്ങൾക്ക് അറിയുണ്ടാവും, ദ സ്ലം മില്യൺ ഡോഗ്സ് എന്നാണ് ആ പടത്തിന്റെ പേര്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഓസ്കാർ കൊണ്ടു മൂപ്പര. അതിനുശേഷം എ ആർ റഹ്മാൻ കൊണ്ടുവന്ന്. അതിന് മുന്നെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഫീൽഡിൽ റസൂൽ പൂക്കുട്ടിയാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മളെങ്ങനെ അതിലേക്ക് ഇടപെടാണ്ടിരിക്കും? വരുന്നവർക്ക് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് നമുക്ക് ലാഭവും കിട്ടും, വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മാനസിക സന്തോഷവും കിട്ടും. എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടണ്ടേ? ആ സന്തോഷം ഈ ഫീൽഡിൽ നമ്മൾ കിട്ടിയ ലൈറ്റ്, ഞാൻ ഉണ്ടാക്കിയ സൗണ്ട്, അതിലാണ് ഈ പരിപാടി പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് കിട്ടാവുന്ന സന്തോഷം വേറെ എവിടെ നിന്നും കിട്ടില്ല. ഏകദേശം ഒറ്റപ്പാലപ്പുറം, പട്ടാമ്പിപ്പുറം, വടക്കാഞ്ചേരിപ്പുറം സകല അമ്പലങ്ങളും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടിക്കടമാതിരി പല കടകളും സ്ഥാപനങ്ങൾ പൊന്തി വന്നതോട് കൂടിയിട്ട് ആ ഏരിയയിലുള്ളവർക്ക് വർക്ക് പോവുക ചെയ്യുക. കമ്മിറ്റിക്കാരാണെങ്കിൽ അവനവന് വേണ്ടപ്പെട്ടവർക്ക് വർക്ക് കൊടുക്കുക. അപ്പോൾ നല്ലതാണോ ചീത്തയാണെന്നല്ലോ ഒക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനം എപ്പോഴേലും വിളിച്ച് അവനെ വരുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ അവന് വർക്ക് കൊടുക്കുക ചെയ്യുക. നന്നായിട്ട് കാര്യമൊന്നുമില്ല, തൊട്ടടുത്തുള്ളവനെ വർക്ക് കൊടുക്കുള്ളൂ. ഞങ്ങളിവിടെ ചെയ്യാത്തൊരു അമ്പലമില്ല. ഗുരുവായൂർ അമ്പലം മാത്രം ചെയ്യാൻ പറ്റിയിട്ടില്ല, വരെ കിട്ടിയിട്ടില്ല. ഇപ്പായിട്ടുള്ളൊരു മാരിയം പൂജ ഉണ്ട് ഇവിടെ ഷൊർണൂർ മുതലിയാർ തെരുവ് എന്ന് പറയും. കേരളത്തിൽ തന്നെ നമ്പർ 1 മാരിയം പൂജ എന്നാണ് അതിന് പറയുന്നത്. അടിപൊളി പരിപാടിയാണ് ഞങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബാലഭദ്രപൂരം, പിന്നെ ഇവിടുത്തെ ശിവരാത്രികൾ, ഇവിടുത്തെ അത്യാവശ്യം എല്ലാ ഉത്സവങ്ങളും ഞങ്ങൾ, ഈ ഏരിയയിലത്തെ എല്ലാ ഉത്സവങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നു. ഈ അമ്മ ഉണ്ട്, 2 അനിയന്മാരാണ്. എൻ്റെ ഇനിയൊരു അനിയുണ്ട്, അവൻ ഈ ഫീൽഡ് തന്നെയാണ്. അവന് പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ടും അവനുണ്ട്. അവൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് TPS പന്തൽ വർക്ക്സ് എന്നാണ്. എനിക്കിനി വേറൊരു അനിയുണ്ട്, അവൻ ഞങ്ങളുടെ നടുക്കിലുള്ളവനാണ്. അവന് മനോരമ മാതൃഭൂമിയുടെ ഏജൻ്റാണ്. അവൻ്റെ മാരേജ് കഴിഞ്ഞാണ്. അവനൊരു കുട്ടിയുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല. ഈ സ്ഥാപനത്തിനെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയണം. അയാളുടെ വർക്ക് നല്ലതാണ്, നല്ല ഭംഗിയുള്ള ലൈറ്റാണ്, അയാളുടെ സൗണ്ട് കേൾക്കുക നല്ല രസമുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞു. വേറെ ഒന്നും കേൾക്കണ്ട, വേറെ ഫ്യൂച്ചർ പ്ലാനൊന്നും. ഇത് ഇപ്പം നമ്മുടെ പരിപാടി പൊട്ടി കഴിഞ്ഞാൽ ചിരിടിക്ക് അടിക്കാൻ വരും, തെറിയും കേൾക്കും, ഒക്കെ കേൾക്കും. പരിപാടി നന്നായി കയ്യേരും, സ്റ്റേജിൽ വെച്ച് നമുക്ക് ഇതാക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് ഇരിക്കുന്നത്. പല പ്രോഗ്രാം നടത്തിയിട്ടുള്ള ട്രോഫികൾ എൻ്റെ ഷോക്കേസിലിരിക്കുന്നത്. അത് അവർ തരും, പൊന്നാട അണിയിക്കും, മുണ്ട് തരും, പൈസ തരും, ഒക്കെ തരും. പക്ഷെ പരിപാടി നന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയും ചെയ്യും. അപ്പോൾ നമ്മളതിൽ അങ്ങനെയല്ല. നല്ലൊരു പ്രോഗ്രാം, നല്ല സദ്യ നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ വെച്ച് ചോദിക്കും. സദ്യ നന്നാണെങ്കിൽ ഇത് ആരുടെ ഈ പരിപാടിക്ക് കൊടുത്തു ചോദിക്കും. അതാണ് വ്യത്യാസം, വേറൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. കാരണം ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത മൈക്ക് സെറ്റാരും ചെയ്യും. ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു മരം വെട്ടി കയറിയിട്ട് ആ മരം വെട്ടാൻ പറ്റില്ല പറഞ്ഞ മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കയറി കൊളാമ്പി കെട്ടി പാട്ട് വെക്കും.
അതായത് ഒരു പ്രൊഫഷണൽ മരം വെട്ടുകാരന് ഒരു മരത്തിന്റെ മുകളിൽ കയറാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ മരത്തിന്റെ മുകളിൽ കയറ്റി അതിന്റെ ഏറ്റവും തുമ്പത്ത് കയറ്റിയിട്ട് ഞങ്ങൾ കുളാമ്പി കെട്ടിയിട്ട് 4 പുറം കേൾപ്പിക്കും. അതന്നെ ഞങ്ങളുടെ പവർ. അത്യാവശ്യം നല്ല പ്രൊഫഷണൽ അനൗൺസറാണ് ഞാൻ. മൈക്ക് സെറ്റാനും മാത്രമല്ല, ഞാൻ ഒരു അനൗൺസറും കൂടിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് പോയി കഴിഞ്ഞാൽ മറ്റേ പാർട്ടികളുടെ വർക്ക് കിട്ടില്ല. അതുകൊണ്ട് 10-13 കൊല്ലമായിട്ട് ഈ അനൗൺസ്മെന്റ് ഫീൽഡിലില്ല. ഞാൻ ഇവിടുത്തെ പാലക്കാട് ജില്ലയിലത്തെ 4ാമനായിരുന്നു എൻ്റെ ശബ്ദത്തിൽ. ഒന്ന് പാലക്കാട് ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി, ചങ്കിൽ ക്യാൻസർ വന്നിട്ട്. പിന്നെ ഒന്നാമത് ഒറ്റപ്പാലം പപ്പേട്ടനായിരുന്നു. ഒറ്റപ്പാലം പപ്പേട്ടനാണ് ഫസ്റ്റ് അനൗൺസർ. അതിൻ്റെ പാലക്കാട് ഷംസു എന്തൊക്കെ മൂപ്പര് പേരും. അങ്ങനെ 4ാമൻ ഞാനാണ്. 1ാമനും 2ാമനും 3ാമനും അല്ല, 4ാമൻ ഞാനായിരുന്നു. ഇപ്പം എന്താ ഫീൽഡിലില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ടിക്ക് വേണ്ടി വിളിച്ചു പറയാൻ പോണ സമയത്ത് മറ്റേ പാർട്ടിക്കാരുടെ എതിരാളിയായി മാറുകയാണ്. അത് കാരണം അവർക്ക് വർക്ക് തരില്ല. അപ്പം നമ്മളിപ്പോൾ രാഷ്ട്രീയം ഇല്ല. പിന്നെ ഇപ്പോൾ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കണില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മാത്രമേ ഒരു തുണിക്കടയ്ക്കോ ജ്വല്ലറിക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുകയാണ് പറഞ്ഞാൽ പെർമിഷൻ ഇല്ല, കിട്ടില്ല. മറ്റുള്ള പരിപാടികൾക്ക് കിട്ടും. രാഷ്ട്രീയ പരിപാടികൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഭാവി പരിപാടിയൊന്നും ഇല്ല. നമുക്കിത് നന്നായി നടക്കണം. ഞാൻ നടത്തുന്ന പൂരങ്ങളെല്ലാം ഗംഭീരമാവണം. ജനങ്ങൾ കൈയടിക്കണം. കാർക്കച്ച് തുപ്പരുത്, അയ്യേന്ന് പറയരുത്, അടാ പടിപൊളിയെന്ന് പറയണം. അത്രേനേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അതിനാണല്ലോ നമ്മൾ ഇത്രയും രാവ് പകലില്ലാണ്ട് ഓർക്കൊച്ച് കഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ ചീത്തയേക്കാളും അല്ലെങ്കിൽ അവരെ ചീത്തപ്പേര് കേൾക്കാനും അല്ലല്ലോ ഇത്രയും പൈസ. 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ ഉണ്ടെന്നുള്ള ഈ സൈസ് സ്ഥാപനം നിലക്കില്ല. കാരണം ഓരോ കേബിളിന്റെ വില അടക്കം 1000-ങ്ങളും 10,000-ങ്ങളും. പക്ഷെ നമുക്ക് ആ പരിപാടി സ്ഥലത്ത് ചെന്ന് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ 10,000 ആവും. പക്ഷെ അവിടേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും മുതലായിട്ടാണ് ചെല്ലുണ്ടാവുക. അതിന് കിട്ടുന്ന വാടകയാണ് ഈ 10,000 ഉറുപ്പ്യ. അതും പരിപാടി ലേശം ഫ്ലോപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ ഇല്ല. പരിപാടി നന്നായി പറഞ്ഞാൽ കൂടുതലും തരില്ല. പരിപാടി നന്നായിട്ടില്ലെങ്കിലോ 10 പൈസ തരൂല്ല. വേറെ കുഴപ്പമില്ല. എനിക്ക് വരുന്ന പിള്ളേർക്ക് പറയാനുള്ളത്, പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് നിറയ്ക്കാൻ പറ്റിയ ബിസിനസ്സാണിത്. പണിയെടുക്കണം. പണി നന്നായിട്ട് വെള്ളയും വെള്ളിയിട്ട് നടന്നുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. പണിയെടുക്കാൻ തയ്യാറാവണം. പകൽ മുഴുവൻ പണിയെടുക്കുക, വൈകുന്നേരം നല്ല ചുള്ളനായിട്ട് മൈക്ക് സെറ്റിന് മുമ്പിൽ ഇരിക്കുക. ജനങ്ങളെ നന്നായിട്ട് നല്ല രീതിയിൽ സൗണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ലൈറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല വർക്ക്. നമ്മുടെ കഴിവ് എന്താണെന്ന് അപ്പോഴാണ് തെളിയിക്കേണ്ടത്. അല്ല വെറുതെ നമ്മൾ പറഞ്ഞ് ഞാൻ കുറെ പഠിച്ചു, ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് 6 മാസം കോഴ്സ് പാസ്സായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതല്ല എക്സ്പീരിയൻസ്. നമ്മൾ സ്വയം നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അറിവാണ് എക്സ്പീരിയൻസ്. അല്ലാതെ കുറേ പുസ്തകം തിയറി അല്ല പ്രാക്ടിക്കല്. തിയറിയും പ്രാക്ടിക്കലും രണ്ടല്ലേ. സ്കൂളിൽ നിന്ന് പഠിച്ച പാഠം കൊണ്ട് ആരും അവിടെ ഇവിടെ എത്തില്ല. സ്വയം അറിയണം, സ്വയം തിരിച്ചറിവ് വേണം. നമ്മുടെ സ്ഥാപനം അത് നന്നാവണം. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സ്വയം തോന്നണം. ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല എനിക്കിത് ഇനിയും വലുതാവണം, എത്രത്തോളം വലുതാവണം എന്ന് ആഗ്രഹിക്കും തോറും ഇത് വലുതാവും. ഒരു കവുങ്ങ് പൊന്തിയിട്ട് എത്രമാത്രം പൊന്തിയിട്ട് ഒരു കവുങ്ങ് കായ്ക്കണ്. നിലത്തുനിന്ന് കവുങ്ങ് കായ്ക്കുന്നുണ്ടോ? ഒരു കവുങ്ങ് നമ്മൾ വെച്ചാൽ ഒരു തെങ്ങ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തെങ്ങ് വെച്ച ഉടനെ ഒന്നും കായ്ക്കില്ല. ആ ഉയരങ്ങളിലെത്തണം. ഉയരങ്ങളിലെത്തിയാന്നാണ് ഇന്ന് കായബലം കിട്ടുള്ളൂ. അല്ലാണ്ട് കായബലം കിട്ടുമോ? അതേമാതിരി നമ്മൾ പണിയെടുക്കാൻ തയ്യാറ്. ഉടനടി ഇപ്പോൾ ഒരു 10 ലക്ഷം 20 ലക്ഷം ചിലവാക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പം തന്നെ എല്ലാ ലാഭവും കിട്ടണം പറഞ്ഞാൽ നടക്കില്ല. അതിന് പ്രയത്നിക്കണം. നമ്മൾ വർക്ക് പിടിക്കണം. വർക്ക് പിടിച്ച് കിട്ടിയ ഒരു വർക്ക് കിട്ടുള്ളൂ ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ. പക്ഷെ ആ വർക്ക് അടിച്ച് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അടിപൊളിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർക്ക് നമ്മുടെ പിന്നാലെ വരും. നമ്മൾ വർക്ക് തേടിപ്പോണ്ട ആവശ്യം വരില്ല. നമ്മൾ വർക്ക് തേടിപ്പോണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ വർക്ക് തേടിപ്പോണ്ട ആവശ്യം തന്നെ എന്തുകൊണ്ടാണ് അറിയോ? നമ്മുടെ അടുത്ത് മോലുണ്ട്. നമ്മുടെ പെർഫോമൻസ് മോശമാകുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറേണ്ടി വരിക. അത് വേറൊന്നും പറയാനില്ല. പണ്ട് കാരണവന്മാർ പറഞ്ഞ ഡയലോഗുണ്ട്, 10,000 നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും. പക്ഷെ 10,000 നെല്ലില്ലെങ്കിലോ ഉണ്ടായിട്ടും കാര്യമില്ല. നെല്ലിന് രുചിയും കൂടിയാണ്. വെറും 10,000 ആരും വരില്ല. ചെയ്യുന്നത് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്തെന്നാ പറയുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ മാത്രമൊന്നല്ല ഈ ഫീൽഡിലുള്ളത്. കേരളത്തിൽ എത്രയോ ലക്ഷങ്ങൾ ഈ ഫീൽഡിൽ ഇതും വെച്ചിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇതിനാകെയുള്ള ഉദ്ദേശം എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളെ കാണിക്കാനും ജനങ്ങളെ സന്തോഷിപ്പിക്കാനാണ് മൈക്ക് സെറ്റ്. അല്ല ജനങ്ങളെ പിഴിയാനോ ജനങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല ഈ മൈക്ക് സെറ്റ്. വേണ്ട എന്താ, അവർ പകൽ മുഴുവൻ പണിയെടുത്തിട്ട് നമ്മുടെ സ്റ്റേജിൻ്റെ ഉമ്മർത്ത് ഒരു ടാർപ്പായിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സ്റ്റേജ് പ്രോഗ്രാം നന്നായിട്ട് അവരിലേക്ക് എത്തിക്കുക. അത് നേരവണ്ണം ചെയ്തിട്ടില്ല പറഞ്ഞാൽ പിന്നെ അവന് വർക്ക് കിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെന്താ വിചാരിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ ചുടുകാത്തിൽ മയിൽവാനം കല്യാണ മണ്ഡപം പറയും. മയിൽവാനത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റികളുണ്ട് ഉടനെ. അതിൻ്റെ തൊട്ടടുത്ത് ചെറുത്തി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ, പാലക്കാട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നല്ല പ്രശസ്തമായിട്ടുള്ളൊരു ശിവക്ഷേത്രം ഉണ്ട്. ചുടുകാലത്തൊരു ശിവക്ഷേത്രം പറയും. അവിടുത്തെ പ്രോഗ്രാം ഞാൻ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഈ ഫെബ്രുവരി 26-ാം തീയതി ശിവരാത്രിയാണ്.
മാർച്ച് 3 ഉത്സവം കൊടിയേറ്റാണ് 10 ദിവസത്തെ പ്രോഗ്രാം.